ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് കാറ്റാടി മാണിക്കോത്ത് എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ അവസ്ഥ കണ്ട നിങ്ങൾ, ഫുള്ള് ബൈക്കൊക്കെ ഇവിടെ വെച്ചിട്ട് കണ്ട. ഇതിങ്ങനെ ബൈക്ക് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ റെയിൽവേ ഉണ്ട്, ട്രാക്ക് ഉണ്ട്, അപ്പോൾ ബ്രിഡ്ജോ ഗേറ്റോ ഒന്നുമില്ല. 10-15 പ്രദേശത്തുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു വഴിയാണിത്. കാഞ്ഞങ്ങാടേക്ക് എത്തണമെങ്കിൽ ഇവിടെ വണ്ടി വെച്ചിട്ട് ഓട്ടോക്കോ ബസ്സിനോ പോകണം, ഇല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. പൊയ്യക്കര എന്ന് പറഞ്ഞ പ്രദേശത്തുള്ളവർക്കുണ്ട്, സ്റ്റേറ്റ് ഹൈവേയിലേക്ക് അത് വെറും 1/2 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അവർക്ക് റോഡ് വഴി പോകണമെങ്കിൽ 12 കിലോമീറ്ററോളം ചുറ്റിയിട്ടാണ് പോകണം. 20-ാം നൂറ്റാണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാരണം മാർസിലൊക്കെ കോളനി ഉണ്ടാക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. അപ്പം ഈ ഒരു അവസ്ഥ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ MLA MP എല്ലാവരും ഒന്ന് ശ്രമിച്ചിട്ട് ഇവിടെ ഒരു പാലം, മേൽപ്പാലോ ഗേറ്റോ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തിട്ട് പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഒരു വഴി തുറന്നു കൊടുത്താൽ വളരെ ഉപകാരം. മേൽപ്പാലം എന്തായാലും അത്യാവശ്യം തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ വണ്ടി വെച്ചിട്ട് ഈ ട്രാക്ക് ക്രോസ് ചെയ്ത് പോകേണ്ട അവസ്ഥയാണ്. ഇപ്പം അപ്പുറത്തെ പോകുന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഇക്ബാൽ ഗേറ്റ് അടഞ്ഞിട്ട് തന്നെയാണ്. പിന്നെ മേൽപ്പാലത്തിൽ പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഈ പാലം നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അതൊരു ആവശ്യമുള്ള പൊതുസമൂഹത്തിന് ഭയങ്കര ഉപകാരമാണ്. അപ്പോൾ നമ്മളെ ഭരണാധികാരി നന്നായിരിക്കും. ഓക്കെ, ഒരുപാട് നന്ദി. നമുക്ക് കാഞ്ഞങ്ങാട് എത്തിപ്പെടാൻ പറ്റാവുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ഇതിൽ പോവുകയാണെങ്കിൽ ഒരുപാട് മാനം കിട്ടണം. നമുക്ക് ഒരുപാട് ഉപകാരം എന്ന് വെച്ചാൽ ഒരുപാട് പെട്ടെന്ന് എമർജൻസി കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് പെട്ടെന്ന് ടൗണിലേക്ക് എത്തിപ്പെടാനും ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഇവിടെ പാലം വരുവാണെങ്കിൽ. അതിന് പാലത്തിനെ കുറിച്ച് ഇതന്നെ പറയാനുള്ളത്. നമ്മളെ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ചെയ്താൽ നമുക്ക് ഉപകാരം. ആൾക്കാർ ഒരുപാട് മുമ്പേ മെനക്കെട്ടവരുണ്ട്, പക്ഷെ ഒന്നും പ്രാബല്യത്തിൽ വന്നിട്ടാണ് ഇതുവരെ. പക്ഷെ മെനക്കെടുവാണെങ്കിൽ നല്ലതന്നെ, നമുക്ക് ഒരുപാട് ഉപകാരം അത് സംഭവം കിട്ടും. തീർച്ചയായും.